എടാ എനിക്കറിയാടാ നിങ്ങൾ എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഇത് ലാസ്റ്റ് ഇനി കുറെ കഴിഞ്ഞാൽ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല, കുറെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ ഫേസിൽ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്ന്. ഇടയ്ക്കൊരു മൂഡൊക്കെ വരുമ്പോഴേ ഇടാറുള്ളൂ എന്ന്. അപ്പൊ ഇന്ന് കുറച്ച് ലാവിഷ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അത്യാവശ്യം പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയടാ. ഇന്ന് എന്റെ ഗ്രാജുവേഷൻ സെറമണിയാണ്. സോ ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ഒരുങ്ങിയൊക്കെ പോവാന്ന്. ആസ് യൂഷ്വൽ എല്ലാരും സാരി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനും സാരി ഉടുത്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാനും എന്റെ ക്ലാസ്സിലുള്ള 2-3 ആൾക്കാരും പിന്നെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമായിരുന്നു ചുരുക്കം പറഞ്ഞാൽ സാരി ഉടുത്തിരുന്നത്. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് കോപ്പ് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നി. പക്ഷെ എനിക്ക് ഈ സാരി ഉടുത്തൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ മുഖത്ത് എന്തൊക്കെയോ സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫൗണ്ടേഷൻ, ഹൈലൈറ്റർ, പിന്നെ ഐ ഷാഡോയും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എന്റെ ലിപ്സ്റ്റിക് തന്നെയാണ്, ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ. എൻ്റെ കയ്യിൽ ഒരു 10 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്. 10 അതിനും കൂടുതലുണ്ട്. 10 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. പിന്നെ നമ്മുടെ മസ്കാരയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതുവെ ഇതൊന്നും യൂസ് ആക്കാറില്ല കേട്ടോ. എനിക്കൊരു മൂഡ് വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മുടി ചീവിക്കൊണ്ടിരുന്ന സമയത്ത് അച്ചു വന്നിട്ട് എന്തോ കാണിക്കണ്ടായിരുന്നു. പിന്നെ മുടിയൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ടൊക്കെയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ആഡംബരമാക്കാൻ നിന്നില്ല. കാരണം സമയം ഓൾറെഡി പോയി. നമുക്ക് നേരത്തെ അവിടെ എത്തണം. ഏതാണ്ട് സമയം എനിക്കിപ്പോ ഓർമ്മയില്ല കേട്ടോ. എന്തായാലും ഒരു 8 മണിക്ക് മുന്നേ നമ്മുടെ അടുത്ത് എത്താൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ വേഗം മുടിയൊക്കെ കെട്ടി. പക്ഷെ കമ്മലിട്ട് നോക്കി, എനിക്കിത് രണ്ടും ചേരുന്നില്ല എന്ന് തോന്നി. മാറ്റണം എന്ന് വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഓട്ടോ വന്ന് നമ്മൾ പിന്നെ പോകാൻ ഇറങ്ങി. അപ്പൊ ഇതൊക്കെയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട്.